പേടിച്ച ഫൈസൽ എന്ത് ചെയ്യണമെന്നറിയാതെ തിരികെ അവിടേക്ക് തന്നെ വന്ന് ആരും കാണാതെ ആൽബിയെ വിളിച്ച ശേഷം പറയും ഇവന്മാരാണ് ആ കൊലപാതകം ചെയ്തത്. ഇവിടെ കയ്യിലുള്ള സ്വർണം തട്ടിയെടുത്ത് നമ്മളെ കൊല്ലാനായിരിക്കും ഇവരുടെ പ്ലാൻ എന്ന് പറയും. പിന്നെ അവർ കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോൾ സ്വരൂപും ടീമും അങ്ങോട്ടേക്ക് വന്ന് ഫൈസലിനെ ആൽബിയെയും അറ്റാക്ക് ചെയ്യും. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന പിക്കാക്സ് എടുത്ത് ഫൈസൽ അതിലൊരുത്തനെ കൊല്ലും. പുറത്തുണ്ടായിരുന്ന ആൽബിയും അവരിൽ ഒരുത്തനെ കൊന്ന ശേഷം അവസാനം സ്വരൂപിനെയും അവർ കൊല്ലും. എന്നിട്ട് അവർ അവരുടെ ബോഡി അവിടെ കുഴിച്ചിടും. എന്നാൽ തന്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയാണ് തനിക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് ഓർത്ത് ഫൈസൽ കരയും. എന്നാൽ തൊട്ടടുത്ത ദിവസം അവരെവിടെയുണ്ടെന്ന് അറിഞ്ഞ് മണപ്പിച്ചെത്തിയ ആ പോലീസുകാരൻ ഫൈസലും ആൽബിയും പിറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. എന്നാൽ ഒടുവിൽ തന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് അവരെ വെടിവെക്കാനായി ഒരുങ്ങും. ഈ സ്വർണത്തിന് വേണ്ടിയല്ലേ താൻ വന്നതെന്ന് പറഞ്ഞ് സ്വർണം അയാൾക്ക് എടുത്തു കൊടുക്കും. അപ്പോഴേക്കും ആ പോലീസുകാരൻ ഫൈസലിനെ വെടിവെച്ച് കൊല്ലും. ആൽബി ആ സ്വർണം വാങ്ങി ആ പോലീസുകാരനെ അടിക്കുമ്പോൾ അയാൾ ആൽബിയെയും വെടിവെക്കും. ആൽബി അവിടെ നിന്ന് താഴേക്ക് വന്ന് വീഴും. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരൻ അങ്ങോട്ടേക്ക് എത്തി ആ ഗുണ്ടാ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫൈസലിന്റെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരികയാണ്. അതിനകത്ത് ഒരു ഗോൾഡ് കട്ടയാണ് ഉണ്ടായിരുന്നത്. ഫൈസൽ